ഗൈസ്, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടില്ല ഒരു ഞണ്ട് കറി വെച്ചാലോ. അങ്ങനെ നമ്മുടെ ഞണ്ടിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അകത്തെ മണലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി പീസുകളെല്ലാം നമുക്ക് ക്ലീൻ ആയിട്ട് എടുക്കാം. അങ്ങനെ തോട് പൊളിച്ചിട്ട് നമുക്ക് ഈ അകത്തുള്ള വേസ്റ്റ് എല്ലാം നമുക്ക് എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. നമുക്ക് അങ്ങനെ ഞണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ചട്ടിയിലാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള, പച്ചമുളക്, കൊച്ചുള്ളി, തക്കാളി ഇത്ര നമുക്ക് ഇട്ട് കൊടുക്കാമേ. കൊച്ചുള്ളിയും സവാള ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് മാത്രം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്കിനി ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ നമ്മുടെ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ആ ഗ്രേവി വരത്തക്ക രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് മുമ്പായിട്ട് നമുക്കൊരു 4 കറിവേപ്പില കൂടെ വെച്ചിട്ട് വേണം നമുക്ക് അടച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കുറുകി നല്ല പരുവത്തിനായിട്ടുണ്ട്. അങ്ങനെ ഞണ്ട് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ തോട് ഭാഗമൊക്കെ കളർ മാറി ഇത് നമുക്ക് ചുമന്ന കളറായിട്ട് വരും. ഗ്രേവിയൊക്കെ നല്ല രീതിക്ക് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 പൊറോട്ടയും ഞണ്ടും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നമ്മൾ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അധികം ഗ്രേവി ആവാതെ ഒരു കുറുകിയ പരുവത്തിന് നമ്മൾ ഞണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.